Good morning. So let's begin the first module. The name of the module is Basic Grammatical Units. In this unit, we are going to discuss the very basic things that we should know in English grammar. And now let's see what is the first chapter in this unit. In this module. Form class and function class words. This is the first chapter in the first module. Form class and function class. See, how does human communication possible? Have you ever thought of this question? We are speaking with others, we are communicating with others, and how is it possible? And one of the major ways of communication or human communication is obviously its language. So what is this language? We can say language is a systematic arrangement of words to convey. We can use it for conveying an idea, right? So language is very much essential for human communication, and language is the systematic arrangement of words. So there will be a system to get a meaningful sentences in a language. It should be systematic. For example, in Malayalam we could say Nyan irikuga bench. I have used 3 words in Malayalam. Nyan irikuga bench. Is it a language or is it a systematic arrangement of words? Not, of course. Because we cannot convey a meaning through this single words. It should be arranged in a systematic way. For example, Nyan benjil irikunu. Okay. ഞാൻ അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അതിനൊരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻ്റ് ഉള്ളൂ. ഈ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഐ ക്യാൻ കൺവേ മൈ ഐഡിയാസ്. So for this systematic arrangement of words in a language, we need a grammatical pattern. Right. ഇങ്ങനെ വേർഡ്സുകളെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഗ്രാമാറ്റിക്കൽ പാറ്റേൺ, വി ഹാവ് സം സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ലാംഗ്വേജ്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അതായത് ഒരു ഭാഷ എന്ന് പറയുന്നത് തീർച്ചയായും മനുഷ്യനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് വേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് അല്ലേ? കമ്മ്യൂണിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. ദിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ ലാംഗ്വേജ്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഭാഷയിലൂടെയാണ് സാധ്യമാവുക. ഈ ഭാഷ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ്. വാക്കുകളുടെ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ്. സിസ്റ്റമാറ്റിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേർഡ് സെൻറ്റൻസിൽ. ബിക്കോസ് ഒരു പ്രത്യേക സിസ്റ്റത്തോടു കൂടി, നല്ല അടുക്കും ചിട്ടയോടു കൂടി, റൂൾസ് ആൻഡ് റെഗുലേഷൻസോട് കൂടി വേർഡ്സിനെ അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ വി വിൽ ഗെറ്റ് ദ വേർഡ് ദാറ്റ് വി ആർ വിഷ് ടു കമ്മ്യൂണിക്കേറ്റ് അല്ലേ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആശയം കിട്ടണമെങ്കിൽ
ഐഡിയ കൺവേ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യണം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ, ഭക്ഷണം ഞാൻ കഴിക്കുക. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഇൻ മലയാളം. ഈ ഒരു ഭക്ഷണം എന്ന് പറയുന്ന വേർഡ്, ഞാൻ എന്ന് പറയുന്ന വേർഡ്, കഴിക്കുക, ദീസ് ആർ 3 words in Malayalam. We could say we can make a sentence with these 3 words, but if it is not systematically arranged, I cannot convey the idea that I am looking for. ഞാൻ നോക്കിക്കാണുന്ന, ഞാൻ ഉദ്ദേശിക്കുന്ന ഐഡിയ കൺവേ ചെയ്യണമെങ്കിൽ ഐ ഷുഡ് അറേഞ്ച് ഇറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. അതിന് ഭക്ഷണം ഞാൻ കഴിക്കുക, ഞാൻ ഭക്ഷണം കഴിക്കുക, കഴിക്കുക ഞാൻ ഭക്ഷണം, ഇതൊന്നും അതിൽ ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻ്റ് ആയിട്ടില്ല. സോ അതിന് ഗ്രാമറും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ദാറ്റ് വിൽ ബി എ സിസ്റ്റം. ഓക്കെ, ദാറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് എ സിസ്റ്റം. So now let's look into the text. Every language has its own set of usages which constitute the grammar of the language. So every language has its own set of usages. Here we could say, by usage we mean rules and regulations. Okay, so every language has its own rules and regulations. And these rules and regulations will be constituted by grammar of that language. ഓരോ ഭാഷയ്ക്കും അവരുടേതായ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ആ റൂൾസും റെഗുലേഷൻസിനെ നടപ്പിലാക്കുന്നത് ഇറ്റ് ഈസ് ത്രൂ ഗ്രാമർ. അതിൽ സംശയമൊന്നുമില്ല. Then grammar is an orderly account of the patterns of language as used by the educated speakers of it. So ഗ്രാമറിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഓർഡർലി അക്കൗണ്ട് ഓഫ് ദ പാറ്റേൺസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് പാറ്റേൺസിനെ ഇങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. ദെൻ ഏതുപോലെ ആസ് യൂസ്ഡ് ബൈ ദ എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ് ഓഫ് ഇറ്റ്, നല്ല വിദ്യാസമ്പന്നരായ ഭാഷയെ സംസാരിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന രീതിയിൽ അറേഞ്ച്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻ മലയാളം വി കുഡ് സേ, പിന്നെ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇൻ ഇംഗ്ലീഷ് വി ഹാവ് നമ്പർ ഓഫ് writers available who have contributed a lot into the English language. For example, we could say Shakespeare, William Shakespeare. He has contributed a lot into the English language. See, അവരൊക്കെ ആ ഭാഷയുടെ എഡ്യൂക്കേറ്റഡ് സ്പീക്കേഴ്സ് എന്ന് വിളിക്കാം. Then many writers in Malayalam, in any language we can see there are a number of educated speakers of that particular language. അവർ ഉപയോഗിക്കുന്നതിനനുസരിച്ച്, ഭാഷാ പണ്ഡിതന്മാരെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അവരുപയോഗിക്കുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഭാഷയെ അവരുപയോഗിച്ച രീതിയിൽ ഭാഷയ്ക്ക് കുറേ പാറ്റേൺസുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ചെയ്ത അക്കൗണ്ടാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പം അറിവുള്ള ഭാഷാ പണ്ഡിതർ ഉപയോഗിക്കുന്ന ഭാഷയെ അതിൻ്റെ ആ ഒരു ഓർഡർ, ആ പാറ്റേണുകൾ അങ്ങനെ ഒരു പാറ്റേൺ ആക്കി വെക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഗ്രാമർ. So a systematic study of any language involves the study of the formal patterns and the grammatical names of those patterns. So സിസ്റ്റമാറ്റിക് സ്റ്റഡി, അതായത് ഒരു ഭാഷയെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്ന് പറയുന്നതിൽ എന്തെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു? ദ സ്റ്റഡി ഓഫ് ദ ഫോർമൽ പാറ്റേൺസ്, ഫോംസിൻ്റെ പാറ്റേണുകളെ കുറിച്ച് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സീ ദ സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് മലയാളം സെൻറ്റൻസസ്. ഇൻ ഇംഗ്ലീഷ് സെൻറ്റൻസ് ഓർ ഇൻ ബോത്ത് സെൻറ്റൻസസ് the sentence will begin with subject, both in Malayalam and English.
then after the subject in English verb will come. At the same time, object will be coming after subject in Malayalam sentences. Right. So this is the formal pattern, the pattern of the forms in a language, sentence patterns. So ഇത്തരത്തിലുള്ള സെൻറ്റൻസ് പാറ്റേണുകൾ, ആ ഫോമുകളുടെ പാറ്റേണുകളെ കുറിച്ച് പഠിക്കുന്നത് ഭാഷയെക്കുറിച്ച് പഠിക്കുന്നതിൻ്റെ ഭാഗമാണ്. മാത്രമല്ല അത്തരം പാറ്റേണുകൾക്ക് ഗ്രാമറിൽ എന്ത് പേര് നൽകിയിരിക്കുന്നു എന്നുള്ളതൊക്കെ ഈ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയുടെ ഭാഗമാണ്. ഭാഷയെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പഠിക്കും? ആ ഒരു ഭാഷയുടെ സ്ട്രക്ചറൽ പാറ്റേണിനെ കുറിച്ച് പഠിക്കും. അതിലെ ഓരോ പാറ്റേണുകൾക്കും എന്ത് നെയിമാണ് കൊടുത്തിട്ടുള്ളത് പഠിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സെൻറ്റൻസുകളെ തന്നെ വി കുഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെൻറ്റൻസസ് ഇൻ മലയാളം ഓർ ഇൻ ഇംഗ്ലീഷ്. യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് ഇമ്പെററ്റീവ് സെൻറ്റൻസ്. ഇമ്പെററ്റീവ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിനെയാണ് ഇമ്പെററ്റീവ് സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു പാറ്റേൺ ആണ് അല്ലേ? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, സാധാരണ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകളാണ്. അതൊരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേണുകളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൻ്റെയും ഇമ്പെറേറ്റീവ് സെൻറ്റൻസിൻ്റെയൊക്കെ പാറ്റേണുകൾ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ പാറ്റേണുകളെ കുറിച്ച് പഠിക്കുന്നത് ഭാഷയെക്കുറിച്ച് പഠിക്കുന്നതിൽ പെട്ടതാണ്. മാത്രമല്ല ഈ പാറ്റേണുകളുടെയൊക്കെ നെയിംസ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസസ്, ഇമ്പെറേറ്റീവ് സെൻറ്റൻസസ്, ഇനി അതൊന്നും വേണ്ട. വി ക്യാൻ അനലൈസ് എ സെൻറ്റൻസസ് by giving names for each words. ഒരു സെൻറ്റൻസിലെ ഓരോ വേർഡിനും പേര് കൊടുത്തുകൊണ്ട് നമുക്കൊരു സെൻറ്റൻസിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം പേരുകൾ കൊടുക്കുന്നത്, അതുപോലെ ഈ സ്ട്രക്ചറൽ പാറ്റേൺസിനെ ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഫോംസിനെ കുറിച്ച് പഠിക്കുന്നത്, ഇതൊക്കെ ഒരു ഭാഷയെ സിസ്റ്റമാറ്റിക്കായി പഠിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇനി ശ്രദ്ധിക്കുക, ഇത് ഇംഗ്ലീഷിൽ ഏറ്റവും ബേസായത്, ഏറ്റവും ബേസാണ് ഈ പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഒരു ഒറ്റ പേജിൽ അവസാനിപ്പിക്കുന്ന ചാപ്റ്ററാണ്. സോ വി ഹാവ് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഇൻ ഇംഗ്ലീഷ് ഓഫ് വേർഡ്സ്. വാക്കുകളെ വ്യത്യസ്തമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വേർഡ്സ് ആർ ക്ലാസിഫൈഡ് ജനറലി ഇൻ ടു ഡിഫറെൻറ്റ് കൈൻഡ്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 types of words are there in English, and the classes according to their use and work they do in a sentence. So they classified these words according to the use of that word in a sentence, or the function of the word in a particular sentence. So the name is given according to the function done by the word in a sentence. എന്ത് ജോലിയാണ് ആ വേർഡ് ആ സെൻറ്റൻസിൽ ചെയ്യുന്നത്, അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ വേർഡുകളൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ വി ഹാവ് 2 types of words in English. We have 2 classifications of words in English, and these words are being classified by according to the functions they are doing in the sentence. അവർ ആ സെൻറ്റൻസിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേർഡുകളൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. Is that clear? So in every sentences we can see number of words, and we can name that words according to the functions they are doing in that particular sentence. Is that clear? So these names have been given by grammar or the language experts. Clear? So these, okay, now let's move on to what are the classifications of these words. First one, classification of words. 2 classifications are there, as I told you. Form class words. First one is form class words or content words,
And the second classification is function class words or the structure words. രണ്ട് തരം ക്ലാസിഫിക്കേഷൻസ്, അതായത് ഇംഗ്ലീഷിലെ മുഴുവൻ വേർഡ്സിനെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫോം ക്ലാസ് വേർഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ദ കണ്ടൻറ് വേർഡ്സ്. ഇനി അതല്ല, മറ്റ് ഒരു രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫങ്ഷൻ ക്ലാസ് വേർഡ്സും അല്ലെങ്കിൽ സ്ട്രക്ചർ വേർഡ്സ്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് ഇംഗ്ലീഷിൽ മൊത്തം വാക്കുകളെ തരംതിരിച്ചിട്ടുള്ളത്. ക്ലിയർ? Now let's see what is the form class word or content words. The word with a greater semantic content. The words with greater semantic content. By semantic content we could say the words with meanings. That is what we could say semantic content, meaning patterns. So the first classification, form class words. Form class word എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമുള്ള, ഭയങ്കരമായ അർത്ഥസാധ്യതകളുള്ള വാക്കുകളെയാണ് ഫോം ക്ലാസ് എന്ന് പറയുക. അല്ലെങ്കിൽ ഫോം ക്ലാസ് വേർഡ്സിൻ്റെ ഒരു പ്രത്യേകത, ദീസ് വേർഡ്സ് ഹാസ് മീനിങ്സ്. ഓക്കെ, വ്യത്യസ്ത അർത്ഥങ്ങളുണ്ടായിരിക്കും ഫോം ക്ലാസിൻ്റെ അല്ലെങ്കിൽ കണ്ടൻറ് ക്ലാസിൻ്റെ പ്രത്യേകത. And these words are also called open class words. So form class words or content class words, these types of words are also called open class words because more and more new words can be added to this category of words. ഇതിനൊരു പ്രത്യേകത, ഈ ഫോം ക്ലാസിൻ്റെ പ്രത്യേകത, ഒന്ന് അതിന് അർത്ഥങ്ങളുണ്ടായിരിക്കും, കൃത്യമായ അർത്ഥങ്ങളുണ്ടായിരിക്കും. രണ്ടാമത്തത് ഇതിന് ഓപ്പൺ ക്ലാസ് വേർഡ്സ് എന്നാണ് വിളിക്കാറുള്ളതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ദിനം പ്രതി അതിലേക്ക് ഒരുപാട് പുതിയ വേർഡുകൾ എങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസിഫിക്കേഷൻ ഏതാണെന്ന് കാണുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഏതാ നോക്കാം. നൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് ബിലോങ് ടു ദിസ് കാറ്റഗറി. ഒന്ന് ആലോചിച്ച് നോക്ക്, നൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മീനിങ് ഫുൾ വേർഡ് അല്ലേ. ഒരു വാക്കിൻ്റെ ഒരു ഏതൊരു വസ്തുവിൻ്റെയും, ജീവിയുടെയും, മനുഷ്യനാവട്ടെ, വ്യക്തിയാവട്ടെ, സ്ഥലങ്ങളാവട്ടെ, എന്തിൻ്റെയും പേരിട്ട് വിളിക്കുന്നതാണ്. സോ ഇറ്റ് ഹാസ് എ മീനിങ്. ഈ വാക്കുകൾക്കൊരു മീനിങ് ഉണ്ട്, നൗൺസുകൾക്കൊരു മീനിങ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, നൗണുകളൊക്കെ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? നമ്മൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നതിനനുസരിച്ച് വി ആർ ഫൈൻഡിങ് ന്യൂ വേർഡ്സ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ തിങ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഡിസീസ്, if it is a new thing, if it is a new device, whatever it is, we will find a new word for that particular thing. So നൗണുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. Verbs, name of actions. We have different types of actions in the world, and we could find a meaning for each action words. ഓരോ ആക്ഷൻ വേർഡിനും ഒരു മീനിങ് ഉണ്ടായിരിക്കും. സോ മീനിങ് ഫുൾ ആയിരിക്കും ഓരോ വേർഡും. അഡ്ജക്റ്റീവ്സ്, ദ വേർഡ്സ് ദാറ്റ് ക്വാളിഫൈസ് എ നൗൺ. ബ്യൂട്ടിഫുൾ, റെഡ്, വൈറ്റ്, ടോൾ, സ്മോൾ, എക്സെട്ര. അപ്പോൾ ഇതിനൊക്കെ ഒരു മീനിങ് ഉണ്ടായിരിക്കും. ദെൻ ആഡ്വേർബ്സ്, ദ വേർഡ്സ് ദാറ്റ് ക്വാളിഫൈസ് എ വേർബ്. വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡുകളാണ് ആഡ്വേർബ് എന്ന് പറയാം. സോ ഈ ഒന്നാമത്തെ നമ്മുടെ ഫോം ക്ലാസ് അല്ലെങ്കിൽ കണ്ടൻറ് ക്ലാസ്സിൻ്റെ പ്രത്യേകത, ഈ കണ്ടൻറ് ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന വേർഡ്സുകൾക്ക് മീനിങ് ഉണ്ടായിരിക്കും. മാത്രമല്ല ഇതിന് ഓപ്പൺ ക്ലാസ് എന്ന് വിളിക്കാറുണ്ട്. കാര്യം അതിൻ്റെ വേർഡ്സ് പുതിയതായിട്ട് ഒരുപാട് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇറ്റ്സ് നമ്പർ ഈസ് കൗണ്ട്ലെസ്. ഓക്കെ, അപ്പോൾ നൗൺ, വേർബ്, അഡ്ജക്റ്റീവ്സ് ആൻഡ് ആഡ്വേർബ്സ് ആർ എക്സാമ്പിൾ ഫോർ ദിസ് കാറ്റഗറി. Words are regularly being added to this list of content words through process such as compounding, derivation, coining and borrowing. So in this category or to this category we are adding different words through
കോമ്പൗണ്ടിങ് രണ്ട് വാക്കുകൾ, അതായത് ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇഷ്ടംപോലെ വേർഡുകൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വ്യത്യസ്ത പ്രോസസ്സിലൂടെ പുതിയ വേർഡുകളെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏതിലൂടെയൊക്കെയാ? ത്രൂ കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട്. ശരിയല്ലേ? രണ്ട് വാക്കുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ പുതിയ വാക്കുകളെ ഈ ഒരു കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, lunch is a word, box is another word. Lunch is a noun, box is another noun. And we have joined this two as a lunch box as a compound word. You understand me? Bus plus stand, bus stand. School plus bus, school bus. We are compounding a new word by using two existing words. ക്ലിയർ? അപ്പം കോമ്പൗണ്ടിങ്ങിലൂടെ ഈ ഒരു കാറ്റഗറിയിലേക്ക് പുതിയ വേർഡ്സുകൾ വരുന്നു. ഡെറിവേഷൻ, മെനി വേർഡ്സ് ആർ ഡിറൈവിങ് ഫ്രം ഡിഫറെൻറ്റ് അതർ ലാംഗ്വേജസ്. സി, ദ ബേസ് ഓഫ് മെനി ഇംഗ്ലീഷ് വേർഡ്സ് മേ ബി ഫ്രം ലാറ്റിൻ ഓർ ഗ്രീക്ക്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദ വേർഡ് എക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. ലൈക്ക് വൈസ് ഇഷ്ടംപോലെ വാക്കുകൾ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം അതർ ലാംഗ്വേജസ്. Even in Malayalam and even in Indian languages, they have taken many words into their dictionary. You understand me? So ഡെറിവേഷനിലൂടെ ഈ ഒരു കാറ്റഗറിയിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറേ വേർഡുകൾ ചെല്ലുന്നു. ദെൻ കോയിനിങ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന, കോയിനിങ് എന്ന് പറയാം, പുതിയ വേർഡ് ഉണ്ടാവുക, പുതിയൊരു വേർഡ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട്. ദ വേർഡ് സെൽഫി, it is a newly coined word after the invention of mobile phones. Not only mobile phones, but invention of front camera, I could say. ഈ ഒരു ഫ്രണ്ട് ക്യാമറ ഒക്കെ വന്നതിന് ശേഷം we can find many newly coined words. Selfie, yes, likewise there are many newly found words, newly coined words. So പുതിയ വേർഡുകളെ ഉണ്ടാക്കുന്നു ഈ ഒരു കാറ്റഗറിയിൽ. ദെൻ ആൻഡ് ബോറോയിങ്, ഇംഗ്ലീഷ് പീപ്പിൾ, ഇംഗ്ലീഷ് ഓക്സ്ഫോർഡ് ഓർ കാംബ്രിഡ്ജ്, they are borrowing words from other languages. For example, pandal is a word which is borrowed from our language into English. Likewise, many words have been borrowed from other languages into English. സോ ഇങ്ങനെ ഈ ഒരു പ്രോസസ്സുകളിലൂടെയൊക്കെ പുതിയ ഈ ഒരു കാറ്റഗറിയിലേക്ക്, അതായത് ഓപ്പൺ ക്ലാസ് അല്ലെങ്കിൽ ഫോം ക്ലാസ്സിലേക്ക് പുതിയ വേർഡുകൾ ആഡ് ചെയ്യപ്പെടുന്നു. ആ ഒരു ആശയം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കണേ, ഫങ്ഷൻ വേർഡ്സ്. ഫോം ക്ലാസ് അല്ലെങ്കിൽ കണ്ടൻറ്റ് വേർഡ്സ് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തത് ഫങ്ഷൻ വേർഡ്സ്, ആൾസോ നോൺ ആസ് ക്ലോസ്ഡ് ക്ലാസ് വേർഡ്സ്. ദ അതർ ടൈപ്പ് ഓഫ് types of words were called ഓപ്പൺ ക്ലാസ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതിലേക്ക് ഒരുപാട് വേർഡുകൾക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. പുതിയ വേർഡുകൾ അതിലേക്ക് ആഡ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. But this is also called, this function words also called closed class words. ആ ഒരു സെൻറ്റൻസിൽ തന്നെ അതിൻ്റെ ആശയമുണ്ട്. അതിലേക്ക് പുതിയതിന് ചേർക്കാനുള്ള സ്കോപ്പില്ല ഈ ഒരു വേർഡിൽ. അത് മാത്രമല്ല, ഫങ്ഷൻ വേർഡ്സ് എന്ന് പറയുമ്പം അതിൽ തന്നെ അതിൻ്റെ ആശയമുണ്ട്. എന്തോ ഒരു ഫങ്ഷൻ, എന്താ പറയുക, ജോലി ചെയ്യുന്ന വേർഡുകളാണ് ഈ വേർഡുകൾ. അത് മീനിങ്ങിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. അതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. They explain or create grammatical or structural relationship into which content may fit. ഇതാണ് അതായത് സെൻറ്റൻസിൻ്റെ ഒരു ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിന് അല്ലെങ്കിൽ ഓരോ വേർഡും തമ്മിലുള്ള ഒരു സ്ട്രക്ചറൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫങ്ഷൻ വേർഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ I is a noun. Sit, it's a verb. Bench is again a noun. I sit bench.
ഈ 3 വേർഡ്സും ദിസ് 3 വേർഡ്സ് ആർ belong to form class. I sit bench. These 3 words are belonging to the form class. ആദ്യത്തെ കാറ്റഗറിയിൽ പെട്ടതാണ് ഐ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ നൗൺ ഓർ പ്രോനൗൺ. Then sit is a verb and bench is it's again a noun. But the meaning, or we couldn't connect these 3 words, റൈറ്റ്. നമുക്കിതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ബെഞ്ച്, ഇരിക്കുക, ഇങ്ങനെ 3 വേർഡുകളാണുള്ളത്. 3നും കൂടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെ എന്തോ ഒരു ഫങ്ഷനിങ്ങിൻ്റെ കുറവുണ്ട്. സോ ദ വേർഡ്സ് ദാറ്റ് മേക്സ് ദീസ് ഫങ്ഷൻസ് ആർ കോൾഡ് ഫങ്ഷൻ വേർഡ്സ്. ഈ വേർഡുകളെ, അടുത്തടുത്തിരിക്കുന്ന വേർഡുകളെ അതിനൊരു ഒരു റിലേഷൻ ഉണ്ടാക്കി, അതിനൊരു കണക്ഷൻ ഉണ്ടാക്കി, അതിനൊരു ഗ്രാമാറ്റിക്കൽ വേയിലൂടെ അറേഞ്ച് ചെയ്യുന്ന അത്തരം വേർഡുകളാണ് ഫങ്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ സിറ്റ് ഓൺ ദ ബെഞ്ച്. ഐ സിറ്റ് ഓൺ ദ ബെഞ്ച്. ഞാൻ ആ ബെഞ്ചിൽ ഇരിക്കുന്നു. ഞാൻ ബെഞ്ച് ഇരിക്കുക എന്നതിനെ ഞാൻ ആ ബെഞ്ചിൽ ഇരിക്കുന്നു എന്നാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോം ക്ലാസിൻ്റെ പുറമെ മറ്റു ചില 1-2 വേർഡുകൾ, ഐ സിറ്റ് ഓൺ ദ ബെഞ്ച് എന്ന് പറയുന്നിടത്ത് മറ്റു ചില വേർഡുകൾ വന്നിട്ട് അവിടെ ഇൻവോൾവ് ചെയ്തു. ദേ ഹാവ് അറേഞ്ച്ഡ് സം അറേഞ്ച്മെൻറ്റ്സ് ഇൻ ദിസ് സെൻറ്റൻസ്. ദേ ഹാവ് കണക്റ്റഡ് ദീസ് ഫോം ക്ലാസ് വേർഡ്സ്. ഇങ്ങനെയൊക്കെ ചെയ്തോടുകൂടിയാണ് വി ഗെറ്റ് എന്ത് കിട്ടിയത്? ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് മീനിങ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ ഫങ്ഷൻ, വേർഡുകളെ കൂട്ടി യോജിപ്പിക്കുക, വേർഡുകളെ ലിങ്ക് ചെയ്യുക, അത്തരത്തിലുള്ള ഗ്രാമാറ്റിക്കലായ അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പിനെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള വേർഡ്സാണ് ഫങ്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ലിമിറ്റഡ് ഓർ ഫ്യൂർ ഇൻ നമ്പർ. അവർ വളരെ കുറച്ചേ ഉള്ളൂ. വെൻ കമ്പയർ ടു ദ കണ്ടൻറ് വേർഡ്സ്, കണ്ടൻറ് വേർഡ്സുമായി കമ്പയർ ചെയ്യുമ്പം എണ്ണത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ ഇത്തരം ഫങ്ഷൻ വേർഡ്സ്. അത് ഏതൊക്കെ കാറ്റഗറിയാണ് എന്ന് നിങ്ങൾ കേൾക്കുമ്പം നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. ദേ ആർ വേർഡ്സ് ദാറ്റ് സിഗ്നൽ ഹൗ കണ്ടൻറ് വേർഡ്സ് റിലേറ്റ് ടു ഈച്ച് അതർ ഇൻ എ സെൻറ്റൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഓരോ സെൻറ്റൻസിലെയും കണ്ടൻറ് വേർഡ്സുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് ഓഫ് വേർഡ്സുകൾ ഉണ്ടല്ലോ, നൗണ്, വെർബ്, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, ഇത്തരം വേർഡ്സുകൾ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതായത് ഞാനും ബെഞ്ചും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇരുത്തവും ബെഞ്ചും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇത്തരത്തിലുള്ള ഈ ഒരു റിലേഷനെ കാണിക്കുന്ന വേർഡ്സുകളാണ് ഫങ്ഷൻ വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, പ്രിപ്പോസിഷൻസ്, pronouns, determiners, auxiliary verbs, conjunction belong to this group. അപ്പോൾ പ്രിപ്പോസിഷൻസും ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ദേ ആർ ലിമിറ്റഡ് ഇൻ നമ്പേഴ്സ് അല്ലേ. പ്രിപ്പോസിഷൻസ് എണ്ണത്തിൽ ലിമിറ്റഡ് ആണ്. ഓൺ, ഐ എം സിറ്റിംഗ് ഓൺ ദ ബെഞ്ച് എന്ന് പറയുന്നിടത്ത് ഓൺ ദ ബെഞ്ച് ആയതുകൊണ്ടാണ് ഒരു കണക്ഷൻ കിട്ടിയത്. ബെഞ്ചിൻ്റെ മേലെ ഇരിക്കുന്നു, ഞാൻ ബെഞ്ച് ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെ ഇരിക്കുന്നു ഒരു ഐഡിയയും കിട്ടില്ല. ബെഞ്ചിൻ്റെ മേലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ സൈഡിലിരിക്കുന്നു, ഞാൻ ബെഞ്ചിൻ്റെ താഴെ ഇരിക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് ഫങ്ഷണൽ വേർഡ്സ് ആണ്. അതിന് എക്സാമ്പിളാണ് പ്രിപ്പോസിഷൻ, പ്രോനൗൺസ്, ഡിറ്റർമിനേഴ്സ്, ഓക്സിലറി വേർബ്സ്, കൺജങ്ഷൻസ്. ഇതൊക്കെ നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഐ എം നോട്ട് കമ്മിങ് ഇൻ ടു ദിസ് വേർഡ്സ് ഇൻ ഡീറ്റെയിൽ. ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബുകൾ, ഈ ഓക്സിലറി വേർബിനൊക്കെ കൃത്യമായിട്ടൊരു മീനിങ് കിട്ടിക്കോണമെന്നുണ്ടാവില്ല. മാത്രമല്ല അത് എത്ര എണ്ണം എന്ന് കൃത്യമായിട്ട് ഓക്സിലറി വേർബ്സിൻ്റെ കാര്യത്തിലുണ്ട്. പ്രിപ്പോസിഷൻസ്, ഒരു പ്രിപ്പോസിഷൻ മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ വേറെ മീനിങ് ആയിരിക്കും. പക്ഷെ അത് മീനിങ്ങിനല്ല അതിൻ്റെ പ്രാധാന്യം, അത് ചെയ്യുന്ന ഫങ്ഷനാണ് പ്രാധാന്യം. മറ്റു വേർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫങ്ഷൻ വേർഡ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി ട്രഡീഷണൽ ഗ്രാമർ ക്ലാസിഫൈസ് ദീസ് ഫോം ക്ലാസ് ആൻഡ് ഫങ്ഷൻ വേർഡ്സ് ഇൻ ടു പാർട്സ് ഓഫ് സ്പീച്ച് ദേ ഇൻക്ലൂഡ്. ഓക്കെ, അപ്പം ട്രഡീഷണൽ ഗ്രാമറിൽ, പരമ്പരാഗതമായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഗ്രാമറിൽ ഈ 2 ക്ലാസിഫിക്കേഷൻ ഓഫ് വേർഡ്സിനെ മൊത്തത്തിൽ പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് പറയാം. ഫോം ക്ലാസ് ആവട്ടെ, കണ്ടൻറ് ക്ലാസ് ആവട്ടെ, ഓൾ ദീസ്
words all together comes under a title that is parts of speech. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൻ്റെ കീഴിലാണ് ഈ പറയുന്ന എല്ലാം ഒരുമിച്ച് വരിക. നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ വർഷം വി ഹാവ് സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് പാർട്സ് ഓഫ് സ്പീച്ച്. സോ ഐ തിങ്ക് this might be very much easier for you, these topics, but here we are go detail in this semester. Okay, ഇത് നിങ്ങളെ ഗ്രാമറിൻ്റെ പ്രധാനപ്പെട്ട പോർഷനാണ്. ഐ തിങ്ക് യു വിൽ നോട്ട് ബി ഗിവൺ അതർ ഗ്രാമാറ്റിക്കൽ ക്ലാസ്സസ് ഇൻ യുവർ ഡിഗ്രി ദാൻ ദിസ്. ഇതല്ലാതെ ഇനിയൊരു ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ this is the detailed study of grammar, basic grammars in English. So അപ്പോൾ ഈ രണ്ട് ആധുനിക കാലഘട്ടത്തിൽ വേർഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോം ക്ലാസ്സസ് ആൻഡ് കണ്ടന്റ് ക്ലാസ്സസ്. അറ്റ് ദ സെയിം ടൈം ദീസ് ഓൾ വേർഡ്സ് ക്യാൻ ബി കം അണ്ടർ ദ ടൈറ്റിൽ പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, പരമ്പരാഗതമായിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. Now let's see what are the parts of speeches. Noun, pronoun, adjective, verbs, adverb, prepositions, conjunctions, interjections, determinals or articles. These are parts of speeches. അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. They have giving us an introduction to parts of speeches. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നൗ ലെറ്റ്സ് കം ടു ദ ഫോളോ അപ്പ് ആക്ടിവിറ്റി. ഫോളോ അപ്പ് ആക്ടിവിറ്റി ഇതാണ്. ഞാൻ താഴെ ഒരു ബോക്സിൽ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു കുറച്ച് പാർട്സ് ഓഫ് സ്പീച്ച് തന്നിട്ടുണ്ട്. വാട്ട് യു ഹാവ് ടു ഡു ഈസ് യു ജസ്റ്റ് ഫൈൻഡ് 2 examples ഫോർ ഈച്ച് പാർട്ട് ഓഫ് സ്പീച്ച്. ഫോർ എക്സാമ്പിൾ നൗൺ, ദ ബോയ്, കാറ്റ്. Examples for parts of speech. Noun an example, pronouns an example, I, she, etc. Adjectives in verbs in adverbs in preposition, conjunction, interjection. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് ഓൾറെഡി. നിങ്ങൾക്ക് അറിയാത്ത പലതും പുതിയ ടെക്സ്റ്റിലുണ്ട്, ഐ നോ. അപ്പം ഇന്നത്തെ ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്സ് ഓഫ് സ്പീച്ചിന് വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾ ഒരു 2 എക്സാമ്പിൾ. ഇപ്പോൾ നൗൺ എന്ന ഹെഡിങ് ചെയ്താൽ താഴെ സുലൈമാൻ, കാറ്റ്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്ന 2 നൗണുകൾക്ക് എക്സാമ്പിൾ. ഡോണ്ട് ഫൊഗെറ്റ് ദാറ്റ് ദ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആർ എ മാറ്റർ ഓഫ് അറ്റൻഡൻസ്. ഓക്കെ, താങ്ക് യു.